സുപ്രീം കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വിവരം വരുന്നത് വഖഫ് നിയമം പാസ്സാക്കിയെങ്കിലും നിയമ ഭേദഗതി ആയെങ്കിലും നിലവിലുള്ള ആ സ്റ്റാറ്റസ് കോ അങ്ങനെ തന്നെ തുടരണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള വഖഫ് ബോർഡുകളിൽ പുതിയ അംഗങ്ങളെ നിയമിക്കാൻ പാടില്ല, നിലവിലുള്ള സ്ഥിതി തുടരണമെന്നാണ് പറയുക. ഇപ്പോൾ വിഷ്ണു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിഷ്ണു, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇടക്കാല ഉത്തരവ് എന്നുള്ള അർത്ഥത്തിൽ പറയാൻ കഴിയുന്നെങ്കിലും നിയമം അങ്ങനെ തന്നെ തുടരുക, പക്ഷേ യാതൊരു നടപടികളും ഇതിൻ്റെ പേരിൽ തുടങ്ങാൻ പാടില്ല, നിലവിലുള്ള സ്ഥിതി തുടരണം, അങ്ങനെ തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ സുപ്രീം കോടതി 3 കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിലവിൽ ഈ വഖഫ് ഭൂമി അത് അത്തരത്തിൽ തന്നെ തുടരണം എന്നാണ്. അതായത് കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയെങ്കിലും ഇപ്പോഴുള്ള തൽസ്ഥിതി തുടരണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അംഗങ്ങളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്നതടക്കമുള്ള ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ നിലവിലത്തെ സാഹചര്യം തുടരണം എന്നതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. അതിൽ 5 ഹർജികളിൽ മാത്രമായിരിക്കും സുപ്രീം കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കുക എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 100 120 ഹർജികളിൽ വാദം കേൾക്കുന്നത്, റിട്ട് പെറ്റീഷനൊക്കെ പരിഗണിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 5 ഹർജികളിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും എന്നതാണ് ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ വഖഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ വഖഫിൻ്റെ പേരിൽ ആളുകളുടെ സ്വകാര്യ സ്വത്തുകൾ പിടിച്ചെടുക്കുകയാണ് എന്നൊരു കാര്യം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാക്കാനുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇന്ന് ഒരു വാദമുഖം സുപ്രീം കോടതിയിൽ ഉയർന്നത്. പക്ഷേ അതിൽ ഒരു സമയം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അത് 7 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇടക്കാല ഉത്തരവ് എന്ന നിലയിൽ 3 കാര്യങ്ങൾ പ്രത്യേകം തന്നെ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡുകളിൽ നിയമനം പാടില്ല. ഈ വഖഫ് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതി എന്ന് പറയുന്നത് വഖഫ് ബോർഡിലെ അംഗങ്ങളിൽ അമുസ്ലിങ്ങളായിട്ടുള്ളവരെ ഉൾപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ഭേദഗതി അനുസരിച്ച് കൊണ്ടുള്ള നിയമനം ഇപ്പോൾ പാടില്ല എന്നതാണ്. ഈ വിശദമായിട്ടുള്ള വാദം കേട്ട് അന്തിമ വിധി വരുന്നതുവരെ അത്തരം നിയമനങ്ങൾ പാടില്ല. അതോടൊപ്പം തന്നെ വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണം എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കളക്ടർക്ക് ഇത്തരത്തിൽ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളിൽ കളക്ടർക്ക് അതിൽ തീരുമാനമെടുക്കാമെന്നൊരു കാര്യം ഈ വഖഫ് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിലും ഇപ്പോൾ സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ കളക്ടർക്ക് തനിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് കൃത്യമായി തന്നെ ആ കാര്യം കോടതിയിൽ എത്തണമെന്നും കോടതി മുഖേനയാണ് അതിൽ തീരുമാനം ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നൊരു കാര്യം കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഇടക്കാല ഉത്തരവിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച ആ 3 ഭേദഗതികളും തൽക്കാലം നടപ്പാക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ഇടക്കാല ഉത്തരവിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സിജു, അതായത് വിഷ്ണു പറഞ്ഞ പോലെ 3 പ്രധാന കാര്യങ്ങൾ. 1, വഖഫ് സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത്. 2, വഖഫ് ബോർഡിൽ പുതുതായ അംഗങ്ങളെ ഉൾപ്പെടുത്തരുത്. 3, കളക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കരുത്. അതായത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും കൗതുകരമായി തോന്നുന്നത് സുപ്രീം കോടതിയിൽ ഈ വഖഫ് നിയമം കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് വലിയ തരത്തിൽ വ്യാപകമായ തരത്തിൽ വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. വഖഫ് സ്വത്തുക്കൾ സ്വകാര്യ സ്വത്തുക്കളാക്കി മാറ്റുന്നു എന്ന തരത്തിലേക്ക് സ്വകാര്യ സ്വത്തുക്കൾ വഖഫ് സ്വത്തുക്കളാക്കി മാറ്റുന്നു എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദം. പക്ഷേ കോടതിയിൽ സുപ്രീം കോടതി ചോദിക്കുകയാണ് എത്ര സ്വത്തുക്കൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയാനില്ല. ഇത് ഉദ്ദേശം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായ ഒരു സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കൃത്യമായ കണക്ക് കൊടുക്കാനില്ലേ? ഇത്ര സ്വത്തുക്കൾ ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. 7 ദിവസം സമയം ചോദിച്ചു. അതാണ് ഇവിടെ അതിൻ്റെ ഗൗരവതരമായ പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്തത്. ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരികയും ചെയ്യുന്നത്. വിഷ്ണു, സിജു, തീർച്ചയായിട്ടും. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നതാണ്. ഈ ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമമാണ്
കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വഖഫ് ഭൂമി, രാജ്യത്ത് വലിയ തോതിൽ വഖഫ് ഭൂമിയുണ്ട്. അപ്പോൾ ആ ഭൂമിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൈവശപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നതാണ്. എന്തായാലും അതിന് അനുബന്ധമായി തന്നെയാണ് സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു.